നിങ്ങൾക്ക് അനിയനോ അനിയത്തിയോ ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആവട്ടെ, അവർക്ക് ബർത്ത്ഡേക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് ഒരു ടോയ് ഗിഫ്റ്റ് കൊടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് നിങ്ങൾക്ക് ഒരു അടിപൊളി പ്രോഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തരാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അനിയനോ അനിയത്തിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒരു ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കാൻ, അതും ഒരു ഫണ്ണി രീതിയിലേക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അടിപൊളി ഒരു പ്രോഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തരാം. അപ്പോൾ പ്രോഡക്റ്റ് വേറെ നല്ലൊരു വാച്ചാണ്. ഇതൊരു ബെൻഡൻ്റെ ഒരു വാച്ചാണ് കേട്ടോ. ഇതൊരു പ്രൊജക്ടറുടെ ഒരു വാച്ചാണ്. അപ്പോൾ ഇതിനടിച്ച് ഒരു സ്വിച്ചും അതുപോലെ തന്നെ ഒരു പ്രൊജക്ടറിൻ്റെ സംഭവം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിത് ഇതിൻ്റെ അകത്തുള്ള കുറച്ച് കാർഡ്സും ഇമേജൊക്കെ ഫീഡ് ചെയ്തിട്ടുള്ളതിനെ നമുക്കിത് ചുവരിലേക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്ടറായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്ന ഇമേജ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ളൊരു വാച്ചാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ, അതായത് പ്രൈസും അതുപോലെ തന്നെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കണ്ട ഗെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു പാക്കേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനുള്ളിലാണ് നമ്മളൊരു പ്രോഡക്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ പാക്കേജ് ഒന്ന് തുറക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ഇതൊന്ന് അൺബോക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ യാതൊരു പ്രശ്നമില്ല. അപ്പോൾ നമുക്കൊന്ന് തുറന്നെടുക്കാം. അപ്പോൾ ഈ ഒരു പാക്കേജിലായിട്ടാണ് നമ്മുടെ ഒരു വാച്ച് കിട്ടിയിട്ടുള്ളത്. എല്ലാ ക്യാരക്ടേഴ്സിൻ്റെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ബെൻഡനൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ബെൻഡിൻ്റെ വാച്ച് നിങ്ങൾക്ക് കാണാൻ കഴിയും. പിറകിലായിട്ട് വേറെ കൊടുത്തിട്ടില്ല. ഇതിൻ്റെ ഉപയോഗിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ടായിട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്റ്റ് വഴിയായിട്ട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇത് കൊടുത്തിട്ടുള്ളത്. പിന്നെയുള്ളതെന്ന് വെച്ചാൽ നമുക്ക് 24 കാർഡ്സ് ഇതിനകത്തുണ്ട്. കാർഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു ഇമേജ് കാണാൻ കഴിയും. അപ്പോൾ ഇത് ഇത്രയും ഈ ഒരു വാച്ചിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമുക്കത് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ പല രീതിയിൽ ഫോട്ടോസൊക്കെ കാണാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പാക്കേജ് ഒന്ന് തുറക്കാം. തുറന്നിട്ട് നമ്മൾ വാച്ച് അങ്ങ് എടുക്കാൻ പയ്യെ. അപ്പോൾ നമുക്ക് പയ്യെ ഇതൊന്ന് തുറന്നെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വാച്ച് എന്ന് പറയുന്നത്. നല്ല കളറാണ് കേട്ടോ. ഇത് നല്ലൊരു ക്ലിപ്പച്ച പോലത്തെ കളറാണ്. സ്ട്രാപ്പിനും നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ സ്ട്രാപ്പ് ഇതുപോലെ ഊരി എടുക്കാവുന്നതാണ്. കുഴപ്പമില്ല, നല്ല അടിപൊളി സ്ട്രാപ്പാണ്. പിന്നെ എൻ്റെ കയ്യിൽ ഇത് കണക്കാവത്തില്ല, അത് ചെറിയ കുട്ടികളുടെ കയ്യിലൊക്കെ ആവത്തുള്ളൂ. ഇത്ര രീതിയിൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ സാധാ വാച്ചിൻ്റെയും അതുപോലെ ഈ ഒരു സ്ട്രാപ്പും കാണുമ്പോൾ. അപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഈ വാച്ച് കൊടുത്തേക്കുന്ന സ്വിച്ചസും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ സമയം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ സമയം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ 2 സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. ഇതുപയോഗിച്ച് നമുക്ക് സമയം മാറ്റാനൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ ആയിട്ടാണ് ആ പ്രൊജക്ടർ കൊടുത്തിട്ടുള്ളത്, ഒരു ഫോക്കസ് ഏരിയ. നമുക്ക് ഈ ഒരു സ്വിച്ച് അമർത്തി കൊടുത്താൽ ഇതുവഴിയായിട്ടായിരിക്കും നമുക്ക് ആ ഒരു പ്രൊജക്ടർ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നേരെ നല്ല രീതിയിലുള്ള കറുത്ത, അതായത് ചുവരിലൊക്കെ നിങ്ങൾക്ക് അടിക്കാവുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ കാണണമെങ്കിൽ നിങ്ങൾക്ക് കറുത്ത ചുവരോ അല്ലെങ്കിൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം വയ്ക്കുകയാണെങ്കിൽ നല്ല രീതിയിലൊക്കെ കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ അടുപ്പിക്കുമ്പോൾ ചെറുതായിരിക്കും, ഇച്ചിരി അകത്തോട്ട് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല വലുതായിട്ട് സെറ്റായിട്ട് കാണാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഇതൊന്ന് ഉപയോഗിച്ച് നോക്കാം. ഇതിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ്, അതായത് എത്രത്തോളം നല്ല രീതിയിൽ ആണ് ഈ ഒരു പ്രൊജക്ടർ കാണിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റുഡിയോയുടെ ലൈറ്റിംഗ് കംപ്ലീറ്റ് ആയിട്ട് ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വാച്ചിൻ്റെ പ്രൊജക്ടർ നല്ല രീതിയിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ലൈറ്റിംഗ് കംപ്ലീറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് യൂസ് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഇവിടെ സ്വിച്ച് കാണാൻ കഴിയും. അത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് ഇതുപോലെ പിടിക്കുക. അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പ്രൊജക്ടറായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ സ്റ്റുഡിയോയിലെ ആ ഒരു ബ്ലാക്ക് സ്ക്രീനിലായിട്ടാണ് ഞാൻ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ അടിപൊളി കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ വിട്ടതിന് ശേഷം ഒരു പ്രാവശ്യം പിടിച്ച് നിൽക്കുകയാണെങ്കിൽ അടുത്ത ഫോട്ടോ ഇതുപോലെ തെളിഞ്ഞ് വരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഫ്രണ്ടിലോട്ടിങ്ങനെ സമയത്ത് ചെറുതായിരിക്കും. ജസ്റ്റ് ഇതുപോലെ ഒന്ന് അകലത്തിൽ പിടിക്കുക. അതിനുശേഷം നോക്കുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് കാണാവുന്നതാണ്. പിന്നെ ഒരു പ്രാവശ്യം പിടിച്ച് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു ഫോട്ടോ കാണാവുന്നതാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വാച്ച് എത്രത്തോളം അടിപൊളി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ വാച്ച് എങ്ങനെ കൊള്ളാമോ ഇല്ലയോ എന്ന് താഴ്ച കമൻറ്റ് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് എന്തായാലും പേഴ്സണലി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ ഈ ഗിഫ്റ്റിംഗ് ഓപ്ഷനുകളുടെ പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒന്നും കൂടെയാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി, നല്ലൊരു സ്ട്രാപ്പ് ക്വാളിറ്റി ഒക്കെയാണ്. ഇത് എന്തായാലും വലിയവർക്കൊന്നും യൂസ് ചെയ്യാൻ കഴിയത്തില്ല, കൊച്ചു കുട്ടികൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അവർക്ക് എന്തായാലും ഗിഫ്റ്റിംഗ് ഓപ്ഷൻ അവരിത്തിരി രസിക്കട്ടെ അല്ലേ. അപ്പോൾ നല്ല അടിപൊളി സംഭവം തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ എനിക്ക് എന്തായാലും നല്ല രീതിയിൽ പേഴ്സണലി ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നല്ലൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ വിലയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതിൻ്റെ വില വരുന്നത്, അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഏകദേശം
263 വരുന്നത്. അപ്പോൾ നിങ്ങൾ സൂപ്പർ കോയിനൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ കുറച്ച് വില താഴ്ന്നതിന് ശേഷമെങ്കിലും അപ്പോൾ ഡെലിവറി ചാർജ് നിങ്ങൾ കൂട്ടിയിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടാണ് നിങ്ങൾ നോക്കാനുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വില 263 അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തതിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. എനിക്ക് എന്തായാലും നല്ലതിന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്ന ജസ്റ്റ് ലൈക്ക് ചെയ്തേക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യം കാണിച്ചപ്പോൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ നിങ്ങൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് പെട്ടെന്ന് ലഭ്യമായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം ഇതുപോലത്തെ അടിപൊളി വീഡിയോ പറ്റി കാണാം. അതായിരിക്കും ബൈ.